പകുതി പൈസയ്ക്ക് സ്കൂട്ടറൊക്കെ കിട്ടുമെന്ന് കേട്ടപ്പോൾ എത്ര പേരാണ് വിശ്വസിച്ചത്? കാശിറക്കി കാശ് പോയവരുടെ പരാതികളുടെ നീണ്ട ലിസ്റ്റാണ് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണവും BJP കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും ഒക്കെ ആയപ്പോൾ കുറേ മനുഷ്യർ കെണിയിൽ വീണു. പക്ഷേ ഇതല്ല, ഇതിനപ്പുറത്തെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ. ഫ്രീഡം 251 എന്ന ഫോണിന്റെ കഥ ഓർമ്മയുണ്ടോ? ഒൻപത് വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2016 ഫെബ്രുവരി 21, അന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന പേരിൽ 251 രൂപ മാത്രം വിലയുള്ള ഫ്രീഡം 251 അവതരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഡിജിറ്റൽ ഇന്ത്യയും ഒക്കെ ലോഞ്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായ ഘട്ടത്തിലായിരുന്നു ഫ്രീഡം 251 എന്ന സ്മാർട്ട് ഫോണിന്റെ പ്രഖ്യാപനം. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിംഗിംഗ് ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു ഫ്രീഡം 251. ഫോണിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ച ദിവസം 30,000 പേർ 251 രൂപ മുടക്കി. ഇതിലും എത്രയോ അധികം പേരാണ് ഫോൺ ബുക്ക് ചെയ്യുന്നതിനായി ശ്രമിച്ചത്. എന്നാൽ വെബ്സൈറ്റിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയതോടെ ഇതിന് തടസ്സം നേരിട്ടു. സൈറ്റ് ക്രാഷ് ആവുകയും റിംഗ് ബെൽസിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരികയും ചെയ്തു. അതോടെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ റിംഗ് ബെൽസിന് ബുക്കിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. എങ്കിലും ഫോണിന്റെ ആദ്യ ഫേസ് ബുക്കിംഗ് കഴിഞ്ഞപ്പോൾ 100 കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ അക്കൗണ്ടിലെത്തിയത്. ലോഞ്ചിന് മുന്നേ തന്നെ ഫ്രീഡം ഫോണിന്റെ വിവരങ്ങളും വിലയും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം സംശയങ്ങളും. ടെലികോം മന്ത്രാലയം പറയുന്നതനുസരിച്ച് അന്ന് 2,300 രൂപയെങ്കിലും വരും ഇതുപോലൊരു ഡിവൈസ് നിർമ്മിക്കുന്നതിന് വേണ്ടി. ഈ സാഹചര്യത്തിലാണ് 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോണുമായുള്ള റിംഗ് ബെൽസിന്റെ വരവ്. ഫോണിന്റെ ലോഞ്ചിങ് പരിപാടിയും സംശയങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫോൺ ലോഞ്ച് ചെയ്യുന്നതിനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിനെയായിരുന്നു. ഇത് കമ്പനിയുടെ മേധാവിയായ മോഹിത് ഗോയൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ മന്ത്രിയെ ആ ഭാഗത്തൊന്നും കാണാത്തതോടെ പരിപാടിയുടെ അവതാരിക ഇതിന് ഒരു വ്യാജ വിശദീകരണം നൽകിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പരീക്കറിന്റെ അഭാവം നികത്തുന്നതിനായി BJP നേതാവ് മുരളി മനോഹർ ജോഷിയെ ഉദ്ഘാടകനായി പരിപാടിയിൽ എത്തിക്കുകയും ചെയ്തു. ലോഞ്ചിങ് സമയത്ത് പ്രദർശിപ്പിച്ചതാവട്ടെ അഡ്കോം കമ്പനിയുടെ ഡിവൈസുകളും. ബുക്ക് ചെയ്തവർക്ക് എത്രയും പെട്ടെന്ന് ഫോണുകൾ വിതരണം ചെയ്യുമെന്നായിരുന്നു കമ്പനിയുടെ പ്രഖ്യാപനം. എന്നാൽ പറഞ്ഞ സമയത്തെന്നല്ല, ഒരിക്കലും ബുക്ക് ചെയ്തവരുടെ കൈകളിലേക്ക് ഫോൺ എത്തിക്കാൻ റിംഗ് ബെൽസിന് കഴിഞ്ഞില്ല. ബുക്ക് ചെയ്ത ചിലർക്ക് കമ്പനി ഫോൺ ഡെലിവർ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ചൈനയിൽ നിന്നുള്ള മോഡലുകളാണെന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതോടെ ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന ടാഗ് ലൈനിൽ ലോഞ്ച് ചെയ്ത ഫ്രീഡം 251 രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി മാറുകയായിരുന്നു. പിന്നാലെ കമ്പനിക്കെതിരെ നിയമ നടപടികളും ഉണ്ടായി. തുടർന്ന് 2017 റിംഗ് ബെൽ CEO മോഹിത് ഗോയൽ അറസ്റ്റിലാവുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായ പാതിവില തട്ടിപ്പും ഈ ഫ്രീഡം ഫോൺ തട്ടിപ്പിനും തമ്മിലുള്ള പ്രധാന ബന്ധം BJP നേതാക്കളുടെ പങ്കാണ്. തട്ടിപ്പിന് പല രൂപത്തിലും ഭാവത്തിലും അവരിനിയും വരും. നമ്മൾ ജാഗ്രതയോടെ ഇരുന്നേ മതിയാകൂ.